നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ രാഷ്ട്രീയ അഴിച്ചുപണികൾക്കൊക്കെ വേദിയാകാൻ സാധ്യതയുണ്ട് തമിഴകം. എന്തായാലും അത് സംബന്ധിച്ചുള്ള ചില സുപ്രധാന സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. നമുക്കറിയാം, തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയും DMKയുടെ അധ്യക്ഷനുമായ MK സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ മകനും നിലവിൽ തമിഴകത്തിന്റെ യുവജന കായികക്ഷേമ വകുപ്പ് മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള ചില ചരടുവള്ളികൾ തുടങ്ങിയിട്ടുണ്ട് എന്ന ഒരു സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കുടുംബാധിപത്യ പാർട്ടി തന്നെയാണ് DMK. കരുണാനിധി, അതിനുശേഷം സ്റ്റാലിൻ, പിന്നീട് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ എന്ന നിലയിലേക്ക് ആ പാർട്ടി അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉദയനിധി സ്റ്റാലിനെ അടുത്ത ഉപമുഖ്യമന്ത്രിയാക്കുക, അതിനുശേഷം പിന്നീട് 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തന്നെ അവതരിപ്പിക്കുക തുടങ്ങിയ DMKയുടെ നീക്കങ്ങളോട്, പ്രത്യേകിച്ചും സ്റ്റാലിന്റെ നീക്കങ്ങളോട് DMKയ്ക്കുള്ളിൽ തന്നെ വലിയ എതിർപ്പുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. DMKയിലെ തലമുതിർന്ന നേതാക്കൾ തന്നെ സ്റ്റാലിന്റെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുമുണ്ട്. കുടുംബ പാർട്ടി എന്നുള്ള പഴി കേട്ടുകൊണ്ടിരിക്കുന്ന DMK വീണ്ടും ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രി പദത്തിൽ ഏറ്റാനുള്ള ചില നീക്കങ്ങൾ സജീവമായി നടത്തുന്നതിനിടയിൽ ഇതിന് ഒരു മറുപടി BJPയുടെ കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ നൽകുന്നുണ്ട്. നമുക്കറിയാം, അടുത്ത ദിവസങ്ങളിൽ തമിഴകത്ത് പൊങ്കൽ ആഘോഷങ്ങൾ നടക്കാനിരിക്കുകയാണ്. തമിഴകത്തിന്റെ പൈതൃകത്തിന്റെ സംസ്കാരത്തിന്റെ ഒക്കെ ഏറ്റവും ബൃഹത്തായ ആഘോഷങ്ങളിൽ ഒന്നാണ് പൊങ്കൽ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ഒരു വിശേഷ അവസരം കൂടിയാണ്. ഈ ഒരു അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊങ്കൽ ആഘോഷിക്കുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം പൊങ്കൽ ആഘോഷിക്കുന്നത് കേന്ദ്രമന്ത്രിയായ L മുരുകന്റെ ഭവനത്തിൽ വെച്ചായിരിക്കും. എന്തായാലും ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായ, തമിഴകത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രിയായ L മുരുകന്റെ വീട്ടിൽ മോദി പൊങ്കൽ ആഘോഷിക്കുന്നതിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി BJP നൽകുന്നുണ്ട്. നമുക്കറിയാം, ഇതിനോടകം തന്നെ പല മൻ കി ബാത് പരിപാടികളിലും അല്ലെങ്കിൽ വിദേശത്തും മറ്റും സംസാരിക്കുമ്പോൾ തമിഴകത്തെ കുറിച്ച് കൂടുതലായി മോദി സംസാരിക്കാറുണ്ട്. അവിടെ നിന്നുള്ള ചെങ്കോലിന് പോലും പാർലമെന്റിൽ അദ്ദേഹം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ തീർച്ചയായും തമിഴകത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നയം BJP തുടർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. നമുക്കറിയാം, ഇതിനോടകം തന്നെ ADMK അല്ലാതെ മറ്റ് ചില പാർട്ടികളുമായി ചേർന്ന് സഖ്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പോലും തമിഴകത്ത് BJP ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പൊങ്കൽ ആഘോഷങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു വശത്ത് സ്റ്റാലിൻ മകനെ പട്ടാഭിഷേകത്തിന് വേണ്ടി ഒരുക്കുമ്പോൾ മറുവശത്ത് മോദി തമിഴ് സംസ്കാരവുമായും തമിഴ് ജനതയുമായി കൂടുതൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമാവുകയാണ്. തീർച്ചയായും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കേരളത്തിൽ അദ്ദേഹം വരുന്നതിനോടൊപ്പം തന്നെ തമിഴകത്തും ചില റോഡ് ഷോകളും മറ്റും സംഘടിപ്പിക്കുമെന്നുള്ള വിവരങ്ങളും ശക്തമാണ്. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ എവിടെ നിന്നെങ്കിലും മോദി ഒരു സീറ്റ് തേടുന്നുണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ലോക്സഭാ സീറ്റ് അയക്കാം എന്നുള്ള അഭ്യൂഹങ്ങൾ ഇതിനു മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ കൂടുതൽ ഇത്തരത്തിലുള്ള എല്ലാ സൂചനകളെയും കൂടുതൽ ബലപ്പെടുത്തുന്നത് തന്നെയാണ് നിലവിലുണ്ടായിരിക്കുന്ന നീക്കങ്ങൾ. ന്യൂസിന്റെ മലയാളം.